അസ്സാം വലൈക്കും. ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിൽ സൃഷ്ടാവിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതെന്താന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അതിലൊരുപാട് ഓർഡർ തെറ്റിയിട്ട് ഒക്കെയാണ് ഉള്ളത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ ആക്കിയിട്ട് അത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു ഓർഡറിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കരുത്. മറ്റൊന്ന്, ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ വലിയ രഹസ്യത്തിൽ വെച്ച് ഏറ്റവും വലിയ രഹസ്യമാണത്, സൃഷ്ടാവ് എന്താന്നുള്ള. അപ്പം ഈ ഒരു രഹസ്യം നിങ്ങൾ മനസ്സിലാക്കുന്ന സമയം, അല്ലെങ്കിൽ അസൂയ ഇല്ലാതെ കേൾക്കുന്ന, അല്ലെങ്കിൽ അത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും പോലും നിങ്ങളത് കേട്ട് ക്ഷമയോടുകൂടി കേട്ടെന്നാൽ തന്നെ നിങ്ങളെ പാപങ്ങൾ ഞാൻ മായ്ച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളത് അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഓഫറുകൾ ഇതിലുണ്ട്. ഓഫർ മീൻസ് സൃഷ്ടാവിന്റെ യഥാർത്ഥ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ അസൂയ ഇല്ലാതെ കേൾക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അഥവാ അസൂയുള്ള ആളുകൾ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇഷ്ടമില്ല, വിശ്വാസമില്ല, അത്തരം ആളുകളാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ഹൃദയത്തിന് ഒരു മൂടി വെക്കും. അഥവാ അവർക്ക് ഗ്രഹിക്കാൻ കഴിയൂല എന്നാണ് പറയുന്നത്. കാരണം അത് വിശുദ്ധ ഖുർആനിലും പറയുന്ന സെയിം തന്നെയാണ്. കാരണം സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിങ്ങൾക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട ഉടനെ അതിനെ നിഷേധിക്കരുത്. നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അതിനെ സത്യം മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഹൃദയത്തെ ലോക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് ഇവിടെയും പറയുന്നുണ്ട്. പിന്നെ അസൂയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളോടൊന്നും പറയരുത്. കാരണം അവർ തിരിച്ച് സൃഷ്ടാവിനെ മോശമായി സംസാരിക്കാൻ കാരണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലോ അവർ നരകത്തിലാവും ചെയ്യും. എന്നാൽ ഇത് വിശ്വസിച്ച് അംഗീകരിച്ച ആളുകൾക്ക് സ്വർഗം ലഭിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പം അത്രയും നല്ലൊരു ഓഫറുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഒരു രഹസ്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക ഉള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.